കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കുറവെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ബി.ജെ.പി വോട്ടുകളെല്ലാം കൃത്യമായി തന്നെ പോൾ ചെയ്തിട്ടുണ്ടെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ബി.ജെ.പിക്കുള്ളതെന്നും കൃഷ്ണകുമാർ ജനം ടിവിയോട് പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏതായാലും പൂർത്തിയായിരിക്കുകയാണ്. വളരെ വീറും വാശിയുമേറിയ പോരാട്ടമായിരുന്നു പാലക്കാട് നടന്നത്. ഏതായാലും എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇപ്പോൾ ചേരുന്നുണ്ട്. പോരാട്ടം ഏതായാലും കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് കഴിഞ്ഞ തവണത്തെ അത്രയ്ക്ക് വന്നിട്ടില്ലെങ്കിലും പോളിംഗും പൂർത്തിയായിരിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത്? അല്ല, പോളിംഗിൻ്റെ മുഴുവൻ വിശദമായിട്ടുള്ള കണക്ക് വരുന്നേ ഉള്ളൂ. പക്ഷെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച സൂചനകളനുസരിച്ച്, പോളിംഗിനെ സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങളനുസരിച്ചിട്ട് ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾ വിചാരിച്ച രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. യു.ഡി.എഫിന് ലഭിക്കേണ്ട വോട്ടുകളുള്ള പ്രദേശങ്ങളിലാണ് പോളിംഗ് കുറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തവണ യു.ഡി.എഫിന് വലിയ ലീഡ് സമ്മാനിച്ച പ്രായരി പോലെയുള്ള പഞ്ചായത്തുകളിൽ പോളിംഗിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന നഗരസഭാ പരിധിയിൽ വലിയ പോളിംഗ് പെർസെൻറ്റേജിൽ വർധന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടേതായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പരമാവധി പോളിംഗ് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ദിനം തൊട്ട് പോളിംഗിൻ്റെ അവസാന നിമിഷം വരെ മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകർ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് പുറമേക്ക് വലിയ ഓളങ്ങളൊന്നും ഉണ്ടാക്കാതെ കൃത്യമായിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. 5-6 തവണയാണ് ഓരോ വീടുകളിൽ എത്തിയിട്ടുള്ളത്. വീട്ടുകാർ അവരുടെ വോട്ട് ഇത്തവണ ബി.ജെ.പിക്ക് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുന്നത് വരെ വീടുകൾ സന്ദർശിച്ച സ്ക്വാഡുകളുണ്ട്. ഇന്ന് പോളിംഗ് ദിവസം അവസാനത്തെ വോട്ടറെ വരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ശാരീരികമായിട്ട് അവശതകളുള്ള ആളുകളെ പോലും, തീരെ കിടപ്പിലായ ആളുകളെ പോലും പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ളൊരു ശ്രമം എല്ലാ ബൂത്തുകളിലും നടന്നിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ചിട്ടയായിട്ടുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങൾ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള പോളിംഗ് ശതമാനത്തിലുള്ള വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങളുടെ വിജയം ഉറപ്പിക്കുക. കുറച്ചുകൂടെ ആത്മവിശ്വാസം പകരുന്നുണ്ട് ഈ വിജയം. എന്തായാലും ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് നിയോജക മണ്ഡലത്തിലെ ഒരു 120-130 ബൂത്തുകളിൽ നേരിട്ടെത്താൻ കഴിഞ്ഞിരുന്നു. എല്ലാ ബൂത്തുകളിലും ഇൻ ഏജൻറ്റുമാരും ഔട്ടർ ഏജൻറ്റുമാരും മുഴുവൻ സമയവും വളരെ കൃത്യമായിട്ട് ബൂത്തുകളിൽ ഇരുന്ന് വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ടർമാരെ കൊണ്ടുവരുന്ന തിരക്കിലായിരുന്നു അവർ. കൃത്യമായിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനം, വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള പദ്ധതികൾ എല്ലാ ബൂത്തുകളിലും നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രവർത്തനം, ഇത്രയും ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ കുറേ കാലങ്ങളെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. ഇത്രയും കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തനം ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടന്ന അത്തരം സമയത്തൊക്കെ ഈ പോളിംഗും മറ്റു ശതമാനങ്ങളെ കുറിച്ചൊക്കെയുള്ള കൂട്ടലും കണക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ആദ്യഘട്ടം നമുക്ക് ലഭിച്ച പോളിംഗ് ശതമാനത്തെ സംബന്ധിച്ചുള്ള കണക്കുകളനുസരിച്ചിട്ട് ഇത്തവണ ഞങ്ങൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. യു.ഡി.എഫ് 3-ാം സ്ഥാനത്ത് പോയാലും അത്ഭുതപ്പെടേണ്ട എന്നുള്ളതാണ്. കാരണം യു.ഡി.എഫിൻ്റെ ഇടയിൽ നിന്നും വലിയ തോതിലുള്ള വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് എൻ.ഡി.എക്ക് അനുകൂലമായി വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യു.ഡി.എഫ് തൃശ്ശൂരിൽ സംഭവിച്ച അടി പാലക്കാട് യു.ഡി.എഫിനുണ്ടാവും. സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നുണ്ടായിരുന്നു വടക്കുന്നാഥൻ്റെ അനുഗ്രഹം ലഭിച്ചു, ഇനി വിശാലാക്ഷി സമേത വിശ്വനാഥൻ്റെ അനുഗ്രഹം. അതെ, തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയത് പാലക്കാടിൽ നിന്ന് ഒരു വെടിക്കെട്ടായി മാറാൻ പോവുകയാണ്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് പാലക്കാടത്തെ വിജയം അതൊരു നാന്ദി കുറിക്കുന്ന ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരുപാട് പ്രവർത്തകർ അഹോരാത്രം പണിയെടുക്കുന്നു. അവരോടൊക്കെ എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാൻ? അല്ല, ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചോളം സ്ഥാനാർത്ഥിയൊന്നുമല്ല പ്രശ്നം. പാലക്കാട്ടിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചോളം എല്ലാ കാലത്തും ഈ പ്രസ്ഥാനത്തിന് വലിയ നേട്ടങ്ങൾ സംഭാവന ചെയ്ത ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി നൽകിയത് പാലക്കാട് നിന്നാണ്. ബി.ജെ.പി ഭരണം ലഭിക്കുന്നത് പാലക്കാടാണ്. ആദ്യം നിയമസഭയിലെത്തുന്നതും ഒരു പാലക്കാട്ടുകാരനാണ്, ശ്രീ രാജേട്ടനാണ്. അങ്ങനെ എല്ലാ കാലത്തും സംഘപരിവാർ പ്രസ്ഥാനത്തിന് എല്ലാവിധത്തിലുള്ള ചരിത്ര നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത മണ്ണാണ് പാലക്കാട്. അപ്പോൾ ഞങ്ങൾക്കൊരു ചരിത്ര നിയോഗമാണ് ഇത്തവണ പാലക്കാടിൽ നിന്നൊരാൾ നിയമസഭയിലെത്തുക എന്നുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിമാന പോരാട്ടമായിരുന്നു. ആ അഭിമാന പോരാട്ടത്തിൽ എല്ലാം മറന്നുകൊണ്ട്, സ്വന്തം ജോലി പോലും ഉപേക്ഷിച്ചുകൊണ്ട്
രാവും പകലുമില്ലാതെ പ്രവർത്തിച്ച നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും കാര്യകർത്താക്കളുണ്ട്. അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് 24 മണിക്കൂർ പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ട്. അവരുടെ എല്ലാ ലക്ഷ്യവും ഒന്നായിരുന്നു, ഇത്തവണ പാലക്കാടിൽ നിന്ന് ജയിക്കുക. സംഘത്തിൻ്റെ 100ാം വാർഷികം വരുന്ന സമയത്ത് കേരള നിയമസഭയിൽ ഒരു പ്രതിനിധി ഉണ്ടാവുക എന്നുള്ളത്, അതിനായിട്ട് ഉള്ള പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ 25-30 ദിവസങ്ങളായിട്ട് മുഴുവൻ പ്രവർത്തകരും ചെയ്തത്. അതുതന്നെയാണ്. ഏതായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100ാം വാർഷികം വരുമ്പോൾ കേരള നിയമസഭയിൽ ഒരു NDAയുടെ പ്രതിനിധി കൂടി ഉണ്ടാവുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച C. കൃഷ്ണകുമാർ പറയുന്നത്. ഏതായാലും അതിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലുമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്.